ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. നമ്മൾ ഈ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേ മൊത്തത്തിൽ ഭയങ്കര ചൂടും എന്താ പറയാ സൺലൈറ്റ് മൊത്തത്തിൽ അടിച്ചിട്ട് ഫുൾ കൈയും മുഖവും ഫുള്ളും ടാൻ ആയിട്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ടാനിന്റെ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു സ്കൂട്ടറിൽ പോകുന്നവരാണെങ്കിൽ ഈ കയ്യൊറ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പം ആ ടാനിന്റെ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. അപ്പം ഞാൻ അതനുസരിച്ചാണ് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങളോട്. എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. ചെറുതായിട്ട് വെയിലടിച്ചാൽ തന്നെ പെട്ടെന്ന് ചുമന്നിട്ട് അത് പിന്നെ അത് ടാൻ ആയി മാറും. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ആ ടാൻ പോകത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കൈയൊക്കെ ഉണ്ടോ, കൈ നല്ല നല്ലാണ് ഫുൾ ടാൻ അടിച്ചിരിക്കുവാണ് കൈയും ഫേസും ഒക്കെ. അപ്പം ഞാൻ കയ്യിൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ കോഫി പൗഡർ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. തക്കാളിയും കോഫി പൗഡറും കൊണ്ടിട്ട് പെട്ടെന്നൊരു ഗ്ലോ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ടാൻ ഒന്ന് പെട്ടെന്നൊന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പൊ കണ്ടോ, രണ്ട് കൈയും നന്നായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കയ്യിൽ മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തക്കാളി, ഒരു ചെറിയ തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കോഫി പൗഡറും ഉണ്ട്. അപ്പോൾ ഈ കോഫി പൗഡറിൽ ഈ തക്കാളി ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കയ്യിൽ നമുക്കൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിത് ഫേസിൽ വേണമെങ്കിൽ ഫേസിലും ചെയ്യാം. ഞാനത് കയ്യിൽ ആണ് ചെയ്ത് കാണിച്ചു തരുന്നത് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കയ്യിൽ ഞാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കോഫി പൗഡറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗുണം, ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ വരുന്ന കാര്യം ഓൾമോസ്റ്റ് ലേഡീസ് മിക്കവർക്കും അറിയാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാ കോഫി പൗഡർ അല്ല, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് മറക്കരുത്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. തക്കാളി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ കിട്ടാനായിട്ടുള്ളൊരു നല്ലൊരു സംഭവമാണ് തക്കാളി എന്ന് പറയുന്നത്. നമുക്കിത് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് സ്ക്രബ് ചെയ്യുന്നതിന് പകരം തക്കാളി നമുക്ക് ഉള്ളിലുള്ള പൾപ്പ് എടുത്തിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് ആ പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ കോഫി പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം പാക്ക് പോലെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ 2-3 തരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രബ് പോലെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട് കേട്ടോ. ഓണപ്പരിപാടിയുടെ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് നല്ലോണം ടാൻ ആയിട്ടുണ്ട്. പോരാത്തതിന് നമ്മളിപ്പം പെട്ടെന്ന് നമ്മളൊരു എന്താ പറയുക പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ പാർലറിലൊക്കെ പോയിട്ടെ എന്തെങ്കിലും ഒരു ക്ലീനപ്പോ ഫേഷ്യലോ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ നമ്മൾ വെയിലത്തിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ടാനായി പോകും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെ ഭയങ്കര ഇതാണ്. വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഇതുപോലെ ക്ലീനപ്പോ ഫേഷ്യലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ ഞാൻ വെയിലത്തിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ടാനായി പോകും. പിന്നെ അത് റിക്കവർ ചെയ്ത് വരാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ നോർമലി ഇങ്ങനെ ഡീറ്റാൻ ചെയ്യാനുള്ള പരിപാടിയൊന്നും ചെയ്യാറില്ല. അങ്ങനെ അത് ടാൻ എപ്പം മാറുന്നോ അപ്പം മാറട്ടെ എന്നുള്ള രീതിയിലാണ് പോവാറ്. പക്ഷെ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഒരു കയ്യിൽ മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. ഒരു കയ്യിൽ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ
കൈയൊക്കെ വാഷ് ചെയ്തു. അപ്പം നിങ്ങൾക്കിത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ ചെയ്തതിനേക്കാളും റിസൾട്ട് ഉണ്ട്. ഇനി കോഫി പൗഡറിൻ്റെ കേസ് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. പിന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ.